ഇപ്പോൾ നേരത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നായകൻ ഫിക്സ് ആയല്ലോ. ഇപ്പോൾ സാർ ആണെന്നുള്ളത് ഫിക്സ് ആയി. അത് കഴിഞ്ഞപ്പോഴാണ് ബാക്കി കോ ആക്ടേഴ്സിനെ നമ്മൾ അതെ, കാസ്റ്റ് അതെ. ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അതെ. അപ്പോൾ കൂടെയുള്ളത് അനുശ്രീയാണ് എന്ന് അറിഞ്ഞ ആ ഒരു മൊമെന്റ് ആ. ഉണ്ടാവുമല്ലോ. കാരണം യാഹ്. അനുശ്രീ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് അതെ, അതെ, എസ്റ്റാബ്ലിഷ്ഡ് അതെ. ആയിട്ടുള്ള ഒരു ആക്ട്രസ് ഡെഫിനറ്റ്ലി. ആണ്. യെസ്, നമുക്ക് യെസ്. ഒന്നും പറയാനില്ല. അപ്പോൾ ഒരു തീർച്ചയായിട്ടും. ആദ്യത്തെ ഒരു ഫീലിങ്സ് എങ്ങനെയായിരുന്നു? ഒരു ടെൻഷനാണോ? അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു സംഭവം? അല്ല, സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഓക്കെ. എന്താ വെച്ചാൽ അനുശ്രീയുടെ ഫസ്റ്റ് പടത്തില് അനുശ്രീയുടെ കോ ആക്ടർ നമ്മുടെ ഫഹദ് ഫാസിൽ ആയിരുന്നു അല്ലേ? അപ്പൊ അതെ, അതില് അതെ, അതെ. അതില് ആ പുള്ളിക്കാരന്റെ പേര് അരുണേട്ടാ. അരുണേട്ടൻ. അപ്പൊ ഇവിടെയും അത്. അത് അപ്പൊ ഞാൻ വിചാരിച്ചു അതെ അടുത്ത അരുണേട്ടനാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങള് ഓൺ സെറ്റിലാണെങ്കിലും വി വർ ഹാവിങ് എ ഗുഡ് ഫൺ ആൻഡ് ലൈക് ഷീസ് എ സീനിയർ ആക്ട്രസ് ആൻഡ് സീനിയർ കോ ആക്ടറിന്റെ ഒപ്പം നമുക്ക് അഭിനയിക്കാൻ കിട്ടുമ്പോഴുള്ള ഒരു ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉം. അന്ന് ഒരുപാട് പഠിക്കാനുണ്ടായി. ലൈക്ക് അവരെങ്ങനെയാണ് അവരെങ്ങനെയാണ് ഓരോ ഓരോ ടേക്സും എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, അവരെങ്ങനെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്, ഉം. അതൊക്കെ ഭയങ്കര ഒരു ഒരു രസമായിരുന്നു. അതൊക്കെ ഉം. ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ഫ്ലോ ചെയ്ത് പോകാനേ.